നമ്മുടെ ശരീരം കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമല്ല, അതൊരു ഇന്നർ കോമ്പസാണ്. കാര്യങ്ങൾ ഓർത്തിരിക്കുവാനും സിഗ്നൽസ് തരുവാനും വഴി കാട്ടുവാനും. നമ്മൾ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തു വേണമെന്ന് അത് നമ്മോട് പറയുന്നു. അതൊരു പക്ഷേ വിശ്രമമായിരിക്കാം, ചലനമായിരിക്കാം, പോഷകമായിരിക്കാം, അല്ലെങ്കിൽ നിശ്ചലതയായിരിക്കാം. ഇന്ന് നമ്മൾ ഈ ഒരു ഗൈഡൻസിലേക്ക് ട്യൂണിൻ ചെയ്യാൻ പഠിക്കാൻ പോവുകയാണ്. ഇതിനായി കണ്ണുകളടച്ച് നമ്മുടെ ശ്രദ്ധയെ തല മുതൽ പാദം വരെ കൊണ്ടുവരാം. ഓരോ സെൻസേഷൻസിനെ, അനുഭൂതികളെ ശ്രദ്ധിക്കാം. അത് ഊഷ്മളതയോ ടെൻഷനോ സമാധാനമോ ഹൃദയം സ്പന്ദിക്കുന്ന അനുഭവമോ എന്തുമാകാം. അവയെ സ്വയം വിധിക്കാതെ, വിലയിരുത്താതെ വെറുതെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ഓരോ തവണ ശ്വാസമെടുക്കുമ്പോൾ ടെൻഷൻ അനുഭവപ്പെടുന്ന ഓരോ ഭാഗങ്ങളിലേക്കും റിലാക്സേഷൻ അയക്കുന്നതായി സങ്കൽപ്പിക്കാം. ഇനി ഉള്ളിൽ പതിയെ പറയാം, എനിക്ക് എന്തു വേണമെന്ന് എൻ്റെ ശരീരത്തിന് അറിയാം. അവയെ കേൾക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ഒരു കൊച്ചു പ്രാക്ടീസിനെ കുറിച്ച് ഇനി പറയാം. ദിവസത്തിൽ 3 തവണയെങ്കിലും ഒന്ന് പോസ് ചെയ്ത് സ്വന്തം ശരീരത്തോട് ചോദിക്കാം, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? നീ ക്ഷീണിതനാണോ? നിനക്ക് ചലനങ്ങൾ ആവശ്യമുണ്ടോ? അതോ നിശ്ചലതയാണോ ഇപ്പോൾ വേണ്ടത്? വൈകാരികമായ ഒരിടമാണോ ഇപ്പോൾ നിനക്ക് വേണ്ടത്? അതിനുശേഷം കിട്ടുന്ന ഉത്തരങ്ങൾക്കനുസൃതമായി ചെറിയ സാധ്യമായ രീതിയിൽ പ്രതികരിക്കാം. ഒരുപക്ഷെ അല്പം വെള്ളം കുടിക്കുന്നതാകാം, ആഴത്തിലൊരു ശ്വാസമെടുക്കുന്നതാകാം, ശരീരമൊന്ന് നിവർത്തുന്നതാകാം, അല്ലെങ്കിൽ ഒരു നിമിഷത്തെ നിശബ്ദതയാകാം. ഇത് നിങ്ങളുടെ നാഡീവ്യൂഹങ്ങളെ നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ മാനിക്കുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. ഇന്നത്തെ ഇൻറ്റൻഷൻ: ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ സിഗ്നൽസിനോട് കണക്റ്റഡ് ആണ്. അതിൻ്റെ ജ്ഞാനത്തെ ഞാൻ മാനിക്കുന്നു. ഈ ഒരു ചിന്ത ദിവസത്തിലുടനീളം കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ. വിചിന്തനത്തിനായുള്ള ചോദ്യങ്ങൾ: 1. എൻ്റെ ശരീരത്തിന് കൂടുതലായി ആവശ്യമായിട്ടുള്ളത് എന്താണ്? 2. ഏത് സെൻസേഷൻസാണ്, ശരീരത്തിലെ അനുഭൂതികളാണ് ഞാൻ ബാലൻസിലല്ലാത്തപ്പോൾ അതെന്നോട് പറയുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നതിന് മുൻപ്. നന്ദി.